ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്കൊരു ജിലേബി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് അളവിൽ ചോറ് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതേ അളവിൽ തന്നെ ഗോതമ്പാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗോതമ്പാവ് ഇല്ല മൈദയാണ് ചേർക്കേണ്ടതെങ്കിൽ നിങ്ങൾ മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്ന കളറിന് വേണ്ടിയാണ്, വേറെ ഇവിടെ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അരച്ച് വരുമ്പോൾ ഇതേ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ആ സമയത്ത് നമ്മളൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ ദോശയുടെയൊക്കെ ഇഡലിയുടെയൊക്കെ മാവില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ സമയത്ത് നമുക്ക് ജിലേബിക്ക് വേണ്ടുന്ന ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ 1.5 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ തിളച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയെന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ ഒരു പരുവം എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ ഒരു വീഡിയോ ഇതിനകത്ത് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ആ ഒരു ജിലേബിയുടെ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ സാധാ കവറൊക്കെ എടുത്തിട്ട് അത് ഇതേപോലെ ഹോളിട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അതല്ലെങ്കിൽ കുപ്പി ഉണ്ടല്ലോ, കുപ്പിയുടെ അടപ്പിൽ ചെറിയ ഹോളിട്ടിട്ട് ആക്കിയെടുത്താലും മതി. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ജിലേബിയുടെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് ലാസ്റ്റിലത്തെ അങ്ങ് വിട്ടു പോകരുത്. ഇതേപോലെ അകത്തോട്ട് കയറ്റി വിടണം, അല്ലെങ്കിൽ നമുക്ക് അത് വിടർന്നങ്ങ് പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കണം. കറുത്ത് പോരുത്, ഈ ഒരു കളർ തന്നെ നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ എണ്ണയെല്ലാം മാറിയിട്ട് ഡയറക്റ്റ് ഷുഗർ സിറപ്പിലോട്ട് ഇടാം. ഒരു 10 സെക്കൻഡ് അതിനകത്ത് കിടന്നാൽ മതി. അപ്പോഴത്തേക്കും അതിനകത്ത് നമ്മളെ ഷുഗർ സിറപ്പൊക്കെ നല്ല പിടിച്ച് നല്ല കറക്റ്റ് ജിലേബിയുടെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ജിലേബിയുടെ സൈസിൽ നമുക്ക് കിട്ടിയില്ല. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.